വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: തിരുനാൾ പകുതിയായപ്പോൾ യേശു എവിടെ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 2: ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് ഡാഷ്. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കുടിയേറിപ്പാർത്തു. ക്വസ്റ്റ്യൻ നമ്പർ 3: എൽക്കാനയുടെ ഭാര്യമാരുടെ പേരെന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഹന്നായും പെനീനായും. ക്വസ്റ്റ്യൻ നമ്പർ 4: യേശു ആരുടെ നാമത്തിലാണ് വന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പിതാവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 5: എന്റെ സ്വന്തം കൈപ്പടയിൽ എത്ര ഡാഷ് അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വലിയ. ക്വസ്റ്റ്യൻ നമ്പർ 6: വിവാഹം നടന്ന കാനായിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 7: പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു. ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു. ഡാഷ് മാത്രം അവശേഷിച്ചിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഉടൽ. ക്വസ്റ്റ്യൻ നമ്പർ 8: കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. അത് ഭൂമിയിലെങ്ങും എന്ത് ചെയ്തു? 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പ്രതിധ്വനിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 9: പിറ്റേ ദിവസം അവൻ എവിടേക്ക് പോകാൻ ഒരുങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗലീലയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10: അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രഹാത്തിന്റെ ഡാഷ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 11: ഗലാത്യ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന കർത്താവിന്റെ സഹോദരനായ അപ്പസ്തോലൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 12: യഹൂദരുമായുള്ള തർക്കത്തിന് ശേഷം യേശു പോയത് എവിടേക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജോർദാന് മറുകര. ക്വസ്റ്റ്യൻ നമ്പർ 13: ആ ശബ്ദം ഡാഷ് കേട്ടു. എഫ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്നെന്ന് അവർ തിരക്കി. കർത്താവിന്റെ പേടകം കൂടാരത്തിൽ എത്തിയെന്ന് അവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 14: ധനികനും ദരിദ്രനും ആക്കുന്നത് ആരെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 15. എഫ്രായിം മലനാട്ടിലെ റാമാത്തായിമിൽ സൂഫ് വംശജനായ ഡാഷ് എന്നൊരാളുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 16. ഞാനൊരു മനുഷ്യന്റെയും ഉപദേശം തേടാൻ നിന്നില്ല. ആരുടെ വാക്കുകൾ? ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിശുദ്ധ പൗലോസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 17. ജനക്കൂട്ടം അവനെ കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ ഡാഷ് അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സേവകര്. ക്വസ്റ്റ്യൻ നമ്പർ 18. വീരന്മാരുടെ വില്ലുകൾ ഡാഷ് ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. 1 സാമുവൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തകരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 19. നവോമിയുടെ ഭർത്താവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എലിമലക്. ക്വസ്റ്റ്യൻ നമ്പർ 20. അവർ ഡാഷ് ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. 1 സാമുവൽ 7-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി എന്ത് ചെയ്യും? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അനുഗ്രഹിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 22. എല്ലാ മനുഷ്യരെയും ഡാഷ് യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പ്രകാശിപ്പിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 23. ആരുടെ ഭർത്തി കുടുംബത്തിൽ ബോവാസ് എന്ന പേരായ ഒരു ധനികനുണ്ടായിരുന്നു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ നവോമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 24. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മഹത്വപ്പെടുത്തും. ക്വസ്റ്റ്യൻ നമ്പർ 25. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ പ്രധാന സന്ദേശം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദൈവവചനം ശാശ്വതവും ദൈവികവുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. അവൻ സാക്ഷ്യത്തിനായി വന്നു. എന്തിന് സാക്ഷ്യം നൽകാൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വെളിച്ചത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 27. അവിടെ എത്തിയപ്പോൾ കർത്താവ് ഡാഷ് ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. 1 സാമുവൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ നഗരത്തെയും. ക്വസ്റ്റ്യൻ നമ്പർ 28. അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ആർക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സാമുവലിന്. ക്വസ്റ്റ്യൻ നമ്പർ 29. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ ഡാഷ് അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. വിശുദ്ധ യോഹന്നാൻ
3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വെറുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 30. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാലാ പെറുക്കാൻ ഇവിടം വിട്ട് ഡാഷ് പോകേണ്ട. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മറ്റു വയലുകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. അവൻ ഡാഷ് കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉറങ്ങാൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. നാം തന്നെയും ക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തിനു വേണ്ടിയെന്നാണ് പൗലോസ്ലിഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടാൻ. ക്വസ്റ്റ്യൻ നമ്പർ 33. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി എവിടേക്ക് വന്നിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലോകത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 34. യേശുവിന്റെ വിധി എപ്രകാരമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നീതിപൂർവകം. ക്വസ്റ്റ്യൻ നമ്പർ 35. ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞു, മോവാബ് ഡാഷ് നിന്ന് തിരിച്ചു വന്ന നവോബി നമ്മുടെ ബന്ധുവായ എലിമെലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു. അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദേശത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 36. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യന്റെ എന്തിന്റെ ഫലമായിട്ടാണ് ഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പരസ്പര സ്പർദ്ധതയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഫരിസേയരിൽ ആര് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദേമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 38. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് എവിടെ ക്ഷാമമുണ്ടായി? അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നാട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 39. താൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ താൻ ആരാകുകയില്ലെന്നായിരുന്നു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ ദാസൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു, അവരെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മർദ്ദിതരെ. ക്വസ്റ്റ്യൻ നമ്പർ 41. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 42. എന്ത് പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി,
തിരുനാൾ. ക്വസ്റ്റ്യൻ നമ്പർ 43. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ഡാഷ് പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശത്രുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 44. അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവർത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് എവിടേക്ക് പോവുക? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദയായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 45. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ഡാഷ് സേവകരെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബന്ധിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 46. മകളെ, ഭയപ്പെടേണ്ട, നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ ഡാഷ് അറിയാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിചയക്കാർക്കെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 47. സാമുവൽ എങ്ങോട്ടാണ് മടങ്ങിപ്പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 48. ഫിലിപ്പോസ് ആരുടെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സൈദായിൽ നിന്നുള്ളവനായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അന്ത്രയോസിന്റെയും. ക്വസ്റ്റ്യൻ നമ്പർ 49. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാപിതാവേ എന്ന് വിളിക്കുന്ന തന്റെ ആരുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 50. നിയമത്തിന് ഡാഷ് അനുസരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവേൻ, നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിധേയരായിരിക്കുവാൻ. ക്വസ്റ്റ്യൻ നമ്പർ 51. യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന ഡാഷ് നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സന്താനങ്ങളിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 52. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് മൊവാബിയായ ആര് നവോമിയോട് ചോദിച്ചു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 53. ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള ഡാഷ് പാഴ്വേലയെക്കാളും ഉത്തമം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അധ്വാനത്തെക്കാളും. ക്വസ്റ്റ്യൻ നമ്പർ 54. അപ്പോൾ റൂത്ത് പറഞ്ഞു, ഡാഷ് അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല, എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യജമാനനെ. ക്വസ്റ്റ്യൻ നമ്പർ 55.
ആരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഈജിപ്തുകാരെയും. ക്വസ്റ്റ്യൻ നമ്പർ 56. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിന്റെ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുരോഹിതന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 57. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഡാഷ് അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഫരിസേയരും. ക്വസ്റ്റ്യൻ നമ്പർ 58. ബോവാസ് നഗരവാതിൽക്കൽ ചെന്നു. അപ്പോൾ അവന്റെ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് എന്തു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 59. യൂദായിലെ ഒരു ബത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് നിന്ന് മോവാബ് ദേശത്തേക്ക് കുടിയേറി പാർത്തു. അവന്റെ പേര് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, എലിമെലക്. ക്വസ്റ്റ്യൻ നമ്പർ 60. മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ ഡാസ് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കുളിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 61. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 2. ക്വസ്റ്റ്യൻ നമ്പർ 62. പിതാവിന്റെ കൽപ്പന എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 63. ഫിലിസ്ത്യർ എപ്പോഴാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ. ക്വസ്റ്റ്യൻ നമ്പർ 64. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ ഡാഷ് ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അധരം. ക്വസ്റ്റ്യൻ നമ്പർ 65. മെതിക്കളത്തിൽ ഡാഷ് പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ബാർലി. ക്വസ്റ്റ്യൻ നമ്പർ 66. എലിമലകിന്റെ ഭാര്യയുടെ പേരെന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 67. 2 കറവ പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി എന്തിനെ വീട്ടിൽ നിർത്തി? 1 സാമുവൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കിടാക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 68. അർദ്ധരാത്രിയിൽ അവൻ ഡാഷ് കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നെറ്റി ഉണർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 69. വിശ്വസിക്കുന്നവന് എന്തുണ്ട് എന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ,
നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 70. ആര് മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 71. സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു, കാരണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 72. ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല, എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ഡാഷ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അതെന്നെ വെറുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തിന്മയാണെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 73. ആരെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 74. മെതിക്കളത്തിൽ ബാല്യ പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് ഡാഷ് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മെതിക്കളത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 75. കർത്താവിന്റെ പേടകം എത്ര മാസം ഫിലിസ്തീനയുടെ രാജ്യത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 7 മാസം. ക്വസ്റ്റ്യൻ നമ്പർ 76. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തിനു കീഴല്ല എന്നാണ് സ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിയമത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 77. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ അധികം ഡാഷ് ഞാൻ സമ്പാദിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 78. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 79. ഭക്ഷണ സമയത്ത് ബോആസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. അങ്ങനെ അവൾ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 80. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ എന്തിനാണ് ആശ്ലേഷിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭോഷത്വത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 81. അവന്റെ പേര് എലിമെലക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹ്ലോനും കിളിയോനും. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ എവിടെ താമസമാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മോവാബിൽ. ക്വസ്റ്റ്യൻ നമ്പർ 82. യേശു എന്തിനെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കഴുതക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 83. യേശു ക്രിസ്തുവിനുള്ള എന്ത് വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്? ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 84. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ ഒരു ഡാഷ് അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദൂതൻ. ക്വസ്റ്റ്യൻ നമ്പർ 85. നിർധനനെങ്കിലും ആരാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധന്മാരായ രാജാവിനേക്കാൾ ഭേദം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബുദ്ധിമാനായ യുവാവ്. ക്വസ്റ്റ്യൻ നമ്പർ 86. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി എന്ത് ചെയ്യുന്നുവെന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങി. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അനുഗ്രഹിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 87. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ് എന്നാണ് സ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അബ്രാഹത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 88. റൂത്ത് ഏത് ദേശക്കാരിയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മോവാബ്. ക്വസ്റ്റ്യൻ നമ്പർ 89. ഏലി ഒരു ദിവസം തന്റെ എവിടെ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മുറിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 90. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. എന്തിനു നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അടിമത്തത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 91. എവിടെ വെച്ചാണ് ഹന്ന ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഷീലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 92. അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഡാഷ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഭൃത്യന്മാരോട്. ക്വസ്റ്റ്യൻ നമ്പർ 93. ബോവാസ് നഗരവാതിൽക്കൽ ചെന്നു. അപ്പോൾ അവന്റെ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 94. എന്തുകൊണ്ടാണ് യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മനുഷ്യപുത്രൻ ആയതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 95. എവിടെ നിന്ന് ശ്രേഷ്ഠന്മാരായ 10 പേരെ കൂടി ബോവാസ് വിളിച്ചു കൊണ്ട് വന്നു? റൂത്ത് 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നഗരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 96. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് ആരുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വിഡ്ഢിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 97. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് എവിടുത്തെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ 20 മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യൂദായിലെ. ക്വസ്റ്റ്യൻ നമ്പർ 98. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. എവിടേക്കുള്ള വഴിയിലെത്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യൂദായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 99. ജനക്കൂട്ടം അവനെ കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാര് ഫരിസേയരും അവനെ ബന്ധിക്കാൻ ഡാഷ് അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ
സേവകരെ. ക്വസ്റ്റ്യൻ നമ്പർ 100. എന്റെ വംശത്തിൽപ്പെട്ട എപ്രകാരമുള്ള അനേകരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. ഗലാത്യ 1-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമപ്രായക്കാരായ. നന്ദി. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനവായൽ ലോഗോസ് ക്ലബ് അംഗത്വം ഉള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവായൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് കിസിനൊരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവായൽ ആപ്പിലേക്ക് സ്വാഗതം. വചനവായൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവായൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവായൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവായൽ ആപ്പ്.